ഭീകരാക്രമണം നടന്ന ബൈസറൺ വാലിയിൽ തെരച്ചിൽ ഊർജിതമാക്കി സൈന്യം. പീർപഞ്ചൽ വനമേഖലയിൽ പരിശോധന തുടരുകയാണ്. ഭീകരരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ കശ്മീർ പോലീസ് പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബൈസറൺ വാലിയിൽ നിന്ന് നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. നോബിൾ മാരിക്കാരൻ, വനമേഖലയിലേക്ക് വെടിവയ്പ്പിന് ശേഷം ഇവർ കടന്നിട്ടുണ്ടാകാനുള്ള സാധ്യത കൂടി മുൻനിർത്തി തെരച്ചിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? സുജയ, നമ്മൾ ഉള്ളത് ബൈസറണിൽ ആണ്. ബൈസറൺ വാലിക്ക് പുറത്തുള്ള പ്രധാന കവാടം ആണ് ഈ കാണുന്നത്. ഇവിടെയാണ് ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾ ആഘോഷിക്കാനും അതോടൊപ്പം സന്തോഷം പകരാനൊക്കെ എത്തുന്ന പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്ന്. പ്രധാനമായും കഴിഞ്ഞ ദിവസം ഭീകരർ ആക്രമണം നടത്തിയ സ്ഥലവും ഇത് തന്നെ എന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പ്രധാന കവാടമാണ് ഈ കാണുന്നത്. ഈ കവാടം കഴിഞ്ഞ് വേണം അകത്തേക്ക്, ബൈസറൺ വാലിക്ക് അകത്തേക്ക് കയറുന്നതിന് വേണ്ടി. നിലവിൽ ഈ ഭീകര ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ CRPFിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ ഇവിടെ ഉണ്ട്. അവർ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനും ഒപ്പം ഇത് ചില അന്വേഷണ ഭാഗവുമായൊക്കെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ചില ഉന്നത ഉദ്യോഗസ്ഥർ കൂടി അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് എത്തുകയും ചെയ്യും. ആ പശ്ചാത്തലത്തിൽ എന്താണെങ്കിലും തൽക്കാലം മാധ്യമപ്രവർത്തകരെ ഇതിനകത്തേക്ക് കടത്തേണ്ടതില്ല എന്ന തീരുമാനമാണ് ഉദ്യോഗസ്ഥർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം ഈ കവാടത്തിന് പുറത്താണ് മാധ്യമപ്രവർത്തകർ നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഈ ആക്രമണം ഉണ്ടായ തൊട്ടു പിന്നാലെ ഒരു സ്ത്രീ വളരെ വേദനയോടെ നിന്ന് കരയുന്നൊരു ദൃശ്യം പുറത്തു വന്നതാണ്. ആ സ്ത്രീ നിന്ന് കരയുകയും അവർക്ക് അടുത്തൊരു ആളുടെ മൃതദേഹം കിടക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യം ഉണ്ടായ ആ സ്ഥലമാണ് ഈ കാണുന്നത്. ഇപ്പോഴും അവിടെ ചോര തളം തെറ്റിക്കിടക്കുന്നു. അതിൻ്റെ പാടുകൾ ഇപ്പോഴും ഉണ്ട്. അത്തരത്തിൽ വലിയ വേദനയായി തന്നെ രാജ്യത്തിന് ബൈസറൺ വാലി മാറിയ ഒരു ദിവസങ്ങളാണ് കടന്നുപോയത്. എന്താണെങ്കിലും ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ അടക്കം നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള നിരീക്ഷണങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് അന്വേഷണമൊക്കെ ഇവിടെ പുരോഗമിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലാണ് അവർ ഉള്ളതും. ഇന്നിപ്പോൾ വനിതാ ഉദ്യോഗസ്ഥരടക്കം എത്തിക്കൊണ്ട് ഇവിടെ അന്ന് ഉണ്ടായിരുന്ന ചില ആളുകൾ, പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നത് ഇവിടെ അന്ന് ഈ കടകളൊക്കെ നടത്തിയിരുന്ന ചില ആളുകൾ ചെറുപ്പക്കാരൊക്കെയാണെന്നാണ്. അവരെയൊക്കെ വിളിച്ചു വരുത്തി അവരിൽ നിന്ന് കാര്യങ്ങൾ വിശദാംശങ്ങളൊക്കെ എഴുതി വാങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി പോയി കഴിഞ്ഞാൽ ബൈസറൺ വാലി എത്രത്തോളം സുന്ദരമാണ് അല്ലെങ്കിൽ എത്ര മനോഹരമാണ് എന്നറിയണമെങ്കിൽ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മതി. കാരണം ഒരു വശത്ത് ഇത്തരത്തിൽ പൈൻ മരങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന പ്രദേശം, അതിനു പിറകിൽ വലിയ മല, ആ മലയ്ക്ക് പിന്നിൽ മഞ്ഞ് വീണിടക്കുന്ന മറ്റൊരു മല. അത്തരത്തിൽ അതിമനോഹരമാണ് ഈ ബൈസറൺ വാലി എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തം. ഒരു മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഇത് തന്നെയാണ് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നൊക്കെ ആണെങ്കിൽ പോലും നിരവധി ആളുകൾ, പ്രത്യേകിച്ച് സ്കൂളൊക്കെ അടച്ചിരിക്കുന്ന സമയം ആയതുകൊണ്ട് നിരവധി ആളുകൾ ഇങ്ങോട്ട് വിനോദസഞ്ചാരത്തിന് എത്തുന്ന ഒരു സമയമാണ്. ഒരു ദിവസം 10,000-ലധികം ടൂറിസ്റ്റുകൾ എത്തും എന്നാണ് നമ്മൾ ഇവിടുത്തെ പ്രദേശവാസികളോടൊക്കെ ചോദിച്ചപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തത്. അത്തരത്തിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ വിജനമായി കിടക്കുന്നത്. അത് ഈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ ഒരു സാഹചര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്, നമുക്ക് കാണാൻ കഴിയും. മുതിർന്നവർക്ക് 35 രൂപ, കുട്ടികൾക്ക് അതായത് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് 15 രൂപ എന്നൊക്കെ എഴുതിയ ടിക്കറ്റ് കൗണ്ടറുകളൊക്കെ ഇപ്പോൾ വിജനമായി കിടക്കുന്നു. വലിയ തിരക്കുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇത് വിനോദസഞ്ചാരികളില്ല. ഭീകരവാദികളുടെ ആക്രമണത്തിന് പിന്നാലെ എന്താണെങ്കിലും ഇവിടെ പൂർണ്ണമായും ഒഴിപ്പിച്ചിരിക്കുന്നു. ഇപ്പോഴും ആ ആക്രമണത്തിൻ്റെ അവശിഷ്ടങ്ങൾ, അത്തരത്തിൽ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവശേഷിപ്പുകളൊക്കെ ഇവിടെ കാണാൻ കഴിയുമെന്നും പ്രധാനപ്പെട്ടതാണ്. കാരണം ആക്രമണം ഉണ്ടായപ്പോൾ ആളുകളൊക്കെ ജീവനും കൊണ്ട് ഓടുകയാണ്. ഇവിടെ ആ ഓട്ടത്തിൽ അവർ ഉപേക്ഷിച്ച് പോയ അവരുടെ ചെരുപ്പുകൾ ഇവിടെ കിടപ്പുണ്ട്, അവരുടെ വസ്ത്രങ്ങളുണ്ട്. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് അവരിട്ടു നടക്കുന്ന ഈ തണുപ്പിനെ അതിജീവിക്കാൻ ഇട്ട അവരുടെ ഗ്ലൗസ്, അങ്ങനെ ഒരുപാട് സാമഗ്രികൾ ഈ വഴിയിലുടനീളം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കമാൻഡോ സംഘം അടക്കം എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കമാൻഡോ സംഘം കൂടി ഇങ്ങോട്ട് വരികയാണ്. ഇത്ര നേരം CRPF മാത്രമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ കമാൻഡോ സംഘം കൂടി എന്താണെങ്കിലും ഇങ്ങോട്ട് എത്തുന്നു. അത്തരത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ എത്തുകയാണ്. NIA സംഘവും ഇങ്ങോട്ട് എത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. NIAയുടെ കൂടി ഭാഗത്തു നിന്ന് ഇതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് NIA സംഘം കൂടി ഇങ്ങോട്ട് വരും എന്നാണ് വ്യക്തമാക്കുന്നത്. ബൈസൺ വാലിയുടെ ഏത് വശത്തേക്ക് നമ്മൾ നോക്കിയാലും അത്ര മനോഹരമാണ് ഈ പ്രദേശം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ആദ്യം കണ്ടത് ബൈസൺ വാലിക്ക് അകത്ത കാഴ്ചയാണ്. ഇപ്പോൾ ബൈസൺ വാലിയുടെ കവാടത്തിന് പുറത്തേക്ക് നമ്മൾ വന്നാലും മഞ്ഞ് മൂടിക്കിടക്കുന്ന വലിയ മലനിരകൾ, അതോടൊപ്പം തന്നെ മരങ്ങൾ ഒക്കെ ചുറ്റിപ്പറ്റിരിക്കുന്ന പ്രദേശം, അതോടൊപ്പം തന്നെ വലിയ, പ്രത്യേകിച്ച് ഈ പെഹൽഗാമിൽ നിന്ന് ഏറെക്കുറെ 1 മണിക്കൂറിലധികം സമയം നമ്മൾ കാൽനടയായിട്ട് വേണം ഇങ്ങോട്ട് വരാൻ, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് വേണം ഇങ്ങോട്ട് എത്താൻ. അത്തരത്തിൽ വലിയ പ്രദേശമാണ്. കാരണം ആളുകൾക്ക് എത്തിപ്പെടുക, പ്രത്യേകിച്ച് എത്തിപ്പെട്ടാൽ പോലും ഞാൻ പറയുന്നത് വലിയ അത്രയധികം സന്തോഷം നൽകുന്ന, അത്രയധികം കാഴ്ചകൾ നൽകുന്ന പ്രധാനപ്പെട്ട ഒരിടമാണ് ഈ ബൈസൺ വാലി എന്നുള്ളത്. അത്തരത്തിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. കമാൻഡോകൾ എത്തിയിരിക്കുന്നു. നേരത്തെ CRPF ആണ് എത്തിക്കുക, അതിന് പിന്നാലെ ഇപ്പോൾ കമാൻഡോ സംഘം എത്തിയിരിക്കുന്നു. NIA ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ എത്തും. അതോടൊപ്പം തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ഇങ്ങോട്ട് എത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ വഴികളിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ വിശദമായി തന്നെ ഈ വഴികളിൽ മറ്റു പല കാര്യങ്ങളും, പ്രത്യേകിച്ച് ഈ സംഘർഷം, ഈ ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെ ആളുകൾക്ക് നേരെ, പ്രത്യേകിച്ച് ഈ വെടിവെപ്പൊക്കെ ഉണ്ടായതിന് പിന്നാലെ ഇവിടുന്ന് ആളുകൾ പെട്ടെന്ന് ഒഴിഞ്ഞു പോകുന്ന
പോകുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ഒഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിവേഗം ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തപ്പോൾ അവിടെ അവർ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരു സുരക്ഷ ഒരുക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് ഏതോ മുതിർന്ന ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് എത്തുന്നതിൻ്റെ ഭാഗമായി അവർ സുരക്ഷ ഒരുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അവർക്ക് മുന്നിലേക്ക് പോകാൻ കഴിയുമെന്ന് ഉറപ്പില്ല. പക്ഷേ എങ്കിൽ പോലും അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള, പ്രത്യേകിച്ച് ഈ ആക്രമണം നടന്നതിന് പിന്നാലെ ആളുകൾ ഓടുമ്പോൾ ഉപേക്ഷിച്ചു പോയ അവരുടെ ഒരുപാട് വസ്തുക്കൾ ഇവിടെ കാണാൻ കഴിയും. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചെളി നിറഞ്ഞ സ്ഥലമാണ്, കാരണം മഴയൊക്കെ പെയ്യുന്ന സ്ഥലമായതുകൊണ്ട് ഒരുപാട് ചെളി ഇവിടെ ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചെരുപ്പുകളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഈ പ്രദേശത്തോടെയൊക്കെയാണ് ഇവർ ഈ ആക്രമണത്തിന് പിന്നാലെ ഓടി രക്ഷപ്പെട്ടത്. ആക്രമണത്തിൽ പരിക്കേറ്റവരെ കൊണ്ടുപോയതും ഇതുവഴിയാണ്. അപ്പോൾ ഊരിപ്പോയ ചെരുപ്പുകൾ, അവരുടെ തൊപ്പികൾ ഒക്കെ ഇപ്പോഴും അവശിഷ്ടങ്ങളായി, അതിൽ അവശേഷിപ്പുകളായി ഇവിടെ തുടരുന്നു എന്ന് എങ്ങനെയൊക്കെയോ പരക്കം പാഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ബാക്കി അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ. അവരിൽ